ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് പാർത്ഥൻ. 2023 കേരള PSC നടത്തിയ സബ് ഇൻസ്പെക്ടർ എക്സാമിന് എനിക്ക് 94 റാങ്കായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് ഇൻസ്പെക്ടർ എക്സാം എന്താണ്, അതിനുവേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ് ഒരു ഉദ്യോഗാർത്ഥി കടന്നു പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട് നമുക്കൊരു സബ് ഇൻസ്പെക്ടർ ആവാം എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇന്ത്യയിൽ പോലീസ് സർവീസിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് 3 എൻട്രി മാത്രമേ ഉള്ളൂ. ഒന്ന്, നമുക്ക് CPO ആയിട്ട് കയറാം. കേരള പോലീസിൽ CPO ആയിട്ട് കയറാം. CPO ആയിട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് കേരള പോലീസിൽ ആരംഭിക്കും. അതുപോലെ തന്നെ നമുക്ക് സബ് ഇൻസ്പെക്ടറായിട്ട് കയറാം. സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിൽ അടുത്ത ഒരു എൻട്രി സബ് ഇൻസ്പെക്ടറായിട്ട് നമുക്കുള്ളൂ. CPO ആയിട്ട്, സബ് ഇൻസ്പെക്ടറായിട്ട്. പിന്നെ നമുക്കൊരു എൻട്രി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന സിവിൽ സർവീസ് എക്സാം എഴുതി IPS ഓഫീസറായിട്ട് കയറുക. ഇങ്ങനെ 3 തരത്തിൽ മാത്രമേ നമുക്ക് കേരള പോലീസ് സേനയിൽ ഒരു ഓഫീസറാവാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ രണ്ടാമത്തെ സ്റ്റേജാണ് സബ് ഇൻസ്പെക്ടർ എക്സാം. ഓസ്ട്രേലിയയിലും അതുപോലെ തന്നെ വേറെ കുറച്ച് രാജ്യങ്ങളിലും CPO ആയിട്ട്, അതായത് പോലീസിൻ്റെ ഏറ്റവും താഴെ തട്ടി കയറുന്നവർ തന്നെയാണ് അവസാനം പോലീസ് മേധാവിയായിട്ട് റിട്ടയർ ആവുന്നത്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു സംവിധാനമല്ല ഉള്ളത്. 3 സ്റ്റേജസിലേക്ക് നമുക്ക് പോലീസിൽ എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് SI ആവുന്നു എന്നൊരു ചോദ്യത്തിന് ഉത്തരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേ ആൻഡ് പെർക്സ് അത്യാവശ്യം നല്ല ശമ്പളം. ഇതിൻ്റെ ബേസിക് സാലറി 46,400 രൂപയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 7 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ സർക്കിൾ ഇൻസ്പെക്ടർ ആവും. അപ്പോഴാണ് നമ്മൾ സ്റ്റേഷൻ്റെ SHO ആവുന്നത്. അത് ഗസറ്റഡ് പോസ്റ്റാണ്. അന്ന് മുതൽ നമ്മളൊരു ഓഫീസറായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി സബ് ഇൻസ്പെക്ടർ ആവാൻ ഉള്ള മോട്ടിവേഷൻ. അതിനും മേളിൽ സർവീസ് മോട്ടീവ് ഉള്ളവർക്ക് തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം, സൊസൈറ്റി സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നല്ലൊരു ജോലി ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മെയിൻസിന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ ആവണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി സബ് ഇൻസ്പെക്ടർ എക്സാമിന് എന്തൊക്കെ സ്റ്റേജസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ബേസിക്കലി ഒരു 8 സ്റ്റേജസിൽ കൂടെ നമ്മൾ ഈ എക്സാമിന് കടന്നു പോകും. വേറെ ഒരു എക്സാംസിനും PSC നടത്തുന്ന ഒരു എക്സാമിനും ഇത്രയും സ്റ്റേജസ് ഇല്ല. ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ഇത്രയും വെയിറ്റിങ്ങും ഇല്ല. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ. ഞാനിപ്പോൾ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഞാൻ എക്സാമിന് അപ്ലൈ ചെയ്തത് 2022 സെപ്റ്റംബറിലാണ്. 2022 ഞാൻ 2021 എക്കണോമിക്സിൽ ഡിഗ്രി പാസ്സായി ഇറങ്ങുന്നത്. അതിൻ്റെ പിറ്റേ വർഷം തന്നെ PSC സബ് ഇൻസ്പെക്ടർ എക്സാം വിളിച്ചു. അപ്പോൾ 2022 സെപ്റ്റംബറിലാണ് ഞാൻ എക്സാമിന് അപ്ലൈ ചെയ്യുന്നത്. 2023 മെയ്യിൽ ഡിഗ്രി പ്രിലിംസ്, കോമൺ ഡിഗ്രി പ്രിലിംസ് നടത്തുകയുണ്ടായി. അതിൽ സബ് ഇൻസ്പെക്ടർ, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടും എഴുതി. ഞാൻ രണ്ടിനും ക്വാളിഫൈ ആയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡിഗ്രി മെയിൻസ് എക്സാം നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2023 ഓഗസ്റ്റിലാണ്. 2023 ഓഗസ്റ്റിൽ SI എക്സാമും 2 ദിവസം കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി എക്സാമും നടത്തി. അപ്പോൾ ഞാൻ എന്തായാലും സബ് ഇൻസ്പെക്ടർ ആവാൻ തീരുമാനിച്ചിരുന്നതുകൊണ്ട് തന്നെ SI എക്സാമിന് ഫോക്കസ് ചെയ്ത് പഠിച്ചു. അത് കഴിഞ്ഞ് ഇത് പാസ്സായി കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് വരുന്നത് നവംബറിലൊക്കെ ആയിരിക്കും. 2 മാസം കഴിയുമ്പോൾ റിസൾട്ടൊക്കെ വരും. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലാണ്. അപ്പം ഫിസിക്കൽ ആക്ടിവിറ്റീസും ജിമ്മിൽ പോക്കൊന്നും ഇല്ലാത്തവർക്ക് അത്യാവശ്യം ഒരു നല്ല കടമ്പ തന്നെയാണ് ഫിസിക്കൽ. പാസ്സാവാൻ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. പക്ഷേ അത്യാവശ്യം സമയം തരും. ഒരു 2 മാസം സമയം നമുക്ക് കിട്ടും. 1.5 മാസമെങ്കിലും കിട്ടും. ചിലപ്പോൾ 1 മാസമേ കിട്ടുള്ളൂ. അത് ഡിപ്പെൻസ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബറിൽ റിസൾട്ട് വന്നതിന് ശേഷം നോർമലി ഡിസംബർ ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ് ഫിസിക്കൽ നടത്താറ്. പക്ഷേ ഞങ്ങളുടെ ഫിസിക്കൽ നടന്നത് ജനുവരി 30-നാണ്. അപ്പം അത്യാവശ്യം വർക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. 2-2.5 മാസം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മെയ് 10-നായിരുന്നു എൻ്റെ പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ പുറകെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നു. മെയ് 10 ഇൻ്റർവ്യൂ കഴിഞ്ഞു. ജൂൺ 6 റാങ്ക് ലിസ്റ്റ് വന്നു. അതായത് 2024 ജൂൺ 6. പിന്നെ 1 വർഷം നീണ്ട കാത്തിരിപ്പായിരുന്നു. 2025 ജൂൺ 10 ഞങ്ങളുടെ അഡ്വൈസ് വന്നത്. ഞങ്ങൾ ലാസ്റ്റ് ഒരു 77 പേരുടെ അഡ്വൈസ് ഒന്നിച്ചാണ് വന്നത്. അപ്പം 2025 ജൂൺ 10 നമ്മുടെ അഡ്വൈസ് വന്നത്. അഡ്വൈസ് വന്നതിന് ശേഷം പിന്നെയും തീരുന്നില്ല. അടുത്ത കടമ്പയെന്ന് പറഞ്ഞാൽ മെഡിക്കലാണ്. അപ്പോൾ മെഡിക്കലിൽ നമ്മൾ തൃശ്ശൂർ കെപ്പയിൽ വെച്ചാൽ മെഡിക്കലിൽ നമ്മൾ തൃശ്ശൂർ പോകണം. തൃശ്ശൂർ പോയിട്ട് അവിടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മളെ കൊണ്ടുപോയിട്ട് ഫസ്റ്റ് ഡെൻ്റൽ OP, അത് കഴിഞ്ഞ് പിന്നെ ഒഫ്താൽമോളജി, ഓർത്തോ, പിന്നെ ജനറൽ മെഡിസിൻ. ഇവരുടെ എല്ലാവരുടെയും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. അതിൽ ഒഫ്താൽമോളജിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നത്. നല്ല രീതിയിൽ നമ്മൾ വായിക്കാൻ പറ്റില്ല. 6/6 വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ പോയിട്ട് കാര്യമുള്ളൂ. ഓക്കെ, ഇതാണ് മെഡിക്കൽ സ്റ്റേജ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ പോലീസ് വെരിഫിക്കേഷൻ വന്നു. പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റാണ്. ഏകദേശം 9 സ്റ്റേജസ് ഞാൻ ഒന്നുകൂടെ പറയാം. ആപ്ലിക്കേഷൻ, പിന്നെ ഡിഗ്രി പ്രിലിംസ്, ഡിഗ്രി മെയിൻസ്, ഫിസിക്കൽ ടെസ്റ്റ്, പിന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ്, അത് കഴിഞ്ഞ് പിന്നെ അഡ്വൈസ്, പിന്നെ മെഡിക്കൽ, അത് കഴിഞ്ഞ് പിന്നെ വെരിഫിക്കേഷൻ, പിന്നെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ. അപ്പോയിൻമെൻറ്റ് ലെറ്ററിലാണ് എന്നാണ് നമ്മൾ ട്രെയിനിങ് തുടങ്ങുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്.
അപ്പോൾ കേരള പോലീസ് അക്കാഡമി തൃശ്ശൂർ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ട്രെയിനിങ് നടക്കുന്നത്. രാമവർമ്മപുരം ക്യാമ്പസിലാണ്. അപ്പോൾ അങ്ങനെ ട്രെയിനിങ്ങിന് പോകാനുള്ള വെയിറ്റിങ്ങിനാണ് ഇപ്പോൾ ഞാൻ. ഇത്രയൊക്കെയാണ് ബേസിക്കായിട്ട് എസ് ഐ എക്സാം എങ്ങനെയാണ്, അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ളത്. നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് അറിയിക്കുക, ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ഈ വീഡിയോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. പിന്നെ ഇതിൻ്റെ അടുത്ത പാർട്ടിൽ നമ്മൾ എക്സാം എങ്ങനെ ഡീറ്റെയിൽ സിലബസ് എങ്ങനെയാണ് ഇതിൻ്റെ സിലബസ് ഉള്ളത്, പിന്നെ അതുപോലെ തന്നെ PYQs എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് PYQസിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഫിസിക്കലിന് എന്തൊക്കെ ശ്രദ്ധിക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ വരും വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്.